നമസ്കാരം. ലോകത്തിലെ ഏറ്റവും അഭിമാനകരവും ആഡംബരപൂർണവുമായ സൂപ്പർ കാറുകളുടെ പര്യായമാണ് ലംബോർഗിനി എന്ന ഇറ്റാലിയൻ ബ്രാൻഡ്. ലംബോർഗിനി വെറുമൊരു വാഹന നിർമ്മാണ കമ്പനി എന്നതിലുപരി എഞ്ചിനീയറിംഗിലെ മികവിൻ്റെയും തീവ്രമായ രൂപകൽപ്പനയുടെയും അതിവേഗത്തിൻ്റെയും പ്രതീകമായി ലോകമെമ്പാടുമുള്ള വാഹനപ്രേമികളുടെ ഹൃദയത്തിൽ ഇടം നേടി. ഒരു ട്രാക്ടർ നിർമ്മാതാവ് ലോകത്തിലെ ഏറ്റവും മികച്ച സ്പോർട്സ് കാറുകളുടെ നിർമ്മാതാവായി മാറിയതിൻ്റെ ആവേശകരമായ കഥ കൂടിയാണ് ലംബോർഗിനിയുടേത്. ലംബോർഗിനിയുടെ സ്ഥാപകനായ ഫെറുഷിയോ ലംബോർഗിനി ഒരു ട്രാക്ടർ നിർമ്മാതാവായിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ അദ്ദേഹം തൻ്റെ ഇഷ്ടകാറായ ഫെറാറിയോട് അതൃപ്തനായിരുന്നു. തൻ്റെ ഫെറാറി കാറിൻ്റെ ക്ലച്ചിനുണ്ടായ തകരാറിനെക്കുറിച്ച് അദ്ദേഹം ഫെറാറിയുടെ സ്ഥാപകനായ എൻസോ ഫെറാറിയോട് പരാതിപ്പെടുകയുണ്ടായി. നിങ്ങളൊരു ട്രാക്ടർ നിർമ്മാതാവാണ്, കാറിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്ന മട്ടിലുള്ള എൻസോ ഫെറാറിയുടെ പരിഹാസമാണ് ഫെറുഷിയോയെ പ്രകോപിപ്പിച്ചത്. ഈ വെല്ലുവിളി ഏറ്റെടുത്ത ലംബോർഗിനി ഫെറാറിയേക്കാൾ മികച്ചതും സാങ്കേതികമായി ഏറെ മുന്നിട്ട് നിൽക്കുന്നതുമായ ഒരു സ്പോർട്സ് കാർ നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. 1963 അദ്ദേഹം ഓട്ടോമൊബൈൽ ലംബോർഗിനി സ്പാ എന്ന കമ്പനിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ഒരു പ്രതികാരം എന്ന ലക്ഷ്യം ലോകത്തിന് ഒരു ഇതിഹാസ ബ്രാൻഡിനെ സമ്മാനിക്കുകയായിരുന്നു. ലംബോർഗിനിയുടെ ലോഗോയിലെ കുതിച്ചു ചാടുന്ന കാളയും അവരുടെ മിക്ക മോഡലുകൾക്കും പോർക്കാളകളുമായി ബന്ധിപ്പിച്ചുള്ള പേരുകൾ നൽകിയതും യാദൃശ്ചികമല്ല. ഫെറുഷിയോ ലംബോർഗിനിക്ക് കാളപ്പോരിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ രാശിചക്രം അഥവാ സോഡിയാക് സൈൻ കാളയുടേത് ആയിരുന്നു. ഈ കാരണങ്ങളാൽ പോർക്കാളകളുടെ ശക്തിയും ആക്രമണോത്സുകതയും അവരുടെ കാറുകളിലെ ഡിസൈനിലും പ്രകടനത്തിലും അദ്ദേഹം സമന്വയിപ്പിച്ചു. മിയൂറ, എസ്ബാഡ, ഉറസ്, ഗല്ലാഡോ, ഹുറക്കാൻ, അവൻഡഡോർ തുടങ്ങിയ മോഡലുകളെല്ലാം പ്രശസ്തമായ പോർക്കാളുകളുടെ പേരുകളാണ്. ലംബോർഗിനിയുടെ ചരിത്രം ലോകത്തെ അമ്പരപ്പിച്ച മോഡലുകളാൽ സമ്പന്നമാണ്. ലംബോർഗിനി മിയൂറ എന്ന കാറാണ് ആധുനിക സൂപ്പർ കാർ എന്ന ഡിസൈനിൻ്റെ മുഖമുദ്ര മാറ്റി എഴുതിയത്. മധ്യഭാഗത്ത് എഞ്ചിൻ ഘടിപ്പിച്ച ഈ രൂപകൽപ്പന അതിനുശേഷം വന്ന എല്ലാ സൂപ്പർ കാറുകൾക്കും ഒരു മാനദണ്ഡമായി മാറി. തുടർന്ന് വന്ന ലംബോർഗിനി കൗണ്ടാഷ് 80കളിലെ ഫാഷനും ശൈലിയുമായി കണക്കാക്കപ്പെട്ടു. ഷാർപ്പ് ലൈനുകളും മുകളിലേക്ക് തുറക്കുന്ന സിസർ ഡോറുകളും ഈ കാറിനെ ശ്രദ്ധേയമാക്കി. ഇന്നും ഈ സിസർ ഡോറുകൾ ലംബോർഗിനിയുടെ വീറ്റോൾ മോഡലുകളുടെ ഒരു ട്രേഡ് മാർക്ക് ഫീച്ചറാണ്. കൗണ്ടാഷിന് ശേഷം വന്ന ഡയബ്ലോ, മുർസെലിയാഗോ, അവഞ്ചറോർ തുടങ്ങിയ മോഡലുകൾ ലംബോർഗിനിയുടെ ആക്രമണോത്സുകതയും ഉയർന്ന പ്രകടനശേഷിയും നിലനിർത്തി. അവഞ്ചറോർ പോലെയുള്ള കാറുകൾ വീറ്റോൾ എഞ്ചിൻ ഉപയോഗിച്ച് അതിവേഗത്തിൻ്റെ ഇറ്റാലിയൻ സിംഹാസനം നിലനിർത്തി. ലംബോർഗിനിയുടെ വിൽപ്പന കണക്കുകളിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയ മോഡലായിരുന്നു ഇത്. ആദ്യത്തെ ആഡംബര SUV ആയ ലംബോർഗിനി ഉറൂസ് ഒരു സൂപ്പർ കാറിൻ്റെ പ്രകടനശേഷിയും ഒരു SUVയുടെ പ്രായോഗികതയും ഇതിൽ സമന്വയിപ്പിക്കുന്നു. ലംബോർഗിനി കാറുകൾക്ക് ശക്തി നൽകുന്നത് അവയുടെ വിസ്മയിപ്പിക്കുന്ന എഞ്ചിനുകളാണ്. ഉയർന്ന റവ് റേഞ്ചിൽ ശക്തി പുറത്തെടുക്കുന്ന V10 വീറ്റോൾ എഞ്ചിനുകളാണ് ലംബോർഗിനിയുടെ ഹൃദയം. ശബ്ദത്തിൻ്റെ കാര്യത്തിലും പ്രകടനത്തിൻ്റെ കാര്യത്തിലും ഈ എഞ്ചിനുകൾക്ക് പകരം വയ്ക്കാൻ മറ്റൊന്ന് ഇല്ല. ലംബോർഗിനിയുടെ ഏറ്റവും ഉയർന്ന മോഡലുകൾക്ക് കരുത്തേകുന്ന വീറ്റോൾ എഞ്ചിനുകൾ വാഹന ലോകത്തെ സാങ്കേതിക വിദ്യയുടെയും പ്രകടനത്തിൻ്റെയും കൊടുമുടിയാണ്. ആംഗുലാർ അഗ്രസീവ് എന്ന തത്വത്തിലാണ് ലംബോർഗിനിയുടെ രൂപകൽപ്പന നിലകൊള്ളുന്നത്. ഓരോ മോഡലിൻ്റെയും രൂപം ഒരു യുദ്ധവിമാനം പോലെ തോന്നിക്കാൻ ശ്രമിക്കുന്ന ഈ ശൈലി ലംബോർഗിനിയെ മറ്റ് ആഡംബര കാറുകളിൽ നിന്ന് വേർതിരിക്കുന്നു. വിവിധ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ച ലംബോർഗിനി 1998 മുതൽ ജർമ്മൻ വാഹന ഭീമനായ ഫോക്സ് വാഗൻ ഗ്രൂപ്പിൻ്റെ കീഴിലെ ഓഡിയുടെ ഭാഗമാണ്. ഈ കൂട്ടുകെട്ട് ലംബോർഗിനിക്ക് മികച്ച സാമ്പത്തിക അടിത്തറയും സാങ്കേതിക പിന്തുണയും നൽകി. ഇന്ന് ലംബോർഗിനി വെറും ആഡംബരത്തിൻ്റെ ചിഹ്നം മാത്രമല്ല, പ്രകടനത്തിൻ്റെയും ഡിസൈനിൻ്റെയും അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയിലേക്കും അവർ ചുവടുവയ്ക്കുന്നു. ലംബോർഗിനി റോഡുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്ന, സ്വപ്നങ്ങൾ മെനയുന്ന, അതിവേഗത്തിൽ ചരിത്രം സൃഷ്ടിക്കുന്ന ഇറ്റാലിയൻ കാളയുടെ പര്യായമാണ്. ഓരോ ലംബോർഗിനിയും ഫെറുഷിയോ ലംബോർഗിനി എന്ന സ്ഥാപകൻ്റെ ധാർഷ്ട്യത്തോടും അഭിമാനത്തോടുമുള്ള ഉത്തരം കൂടിയാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.